السلام عليكم ورحمة الله وبركاته. إن الحمد لله والصلاة والسلام على أشرف الأنبياء والمرسلين وعلى آله وأصحابه الفائزين بدع الله. أعوذ بالله من الشيطان الرجيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. പ്രിയം നിറഞ്ഞ കേരള നദവത്തുൽ മുജാഹിദീൻ സംസ്ഥാന പ്രസിഡന്റ് TP അബ്ദുള്ള കോയ മദനി, ISMന്റെ സംസ്ഥാന പ്രസിഡന്റ് ഡോക്ടർ AI അബ്ദുൽ മജീദ് സലാഹി, മലപ്പുറം ജില്ലാ KNM ചെയർമാൻ N കുഞ്ഞിപ്പ മാസ്റ്റർ, കൺവീനർ മനാഫ് മാസ്റ്റർ, വേദിയിൽ ഉപസ്ഥരായ മറ്റു പ്രമുഖ വ്യക്തിത്വങ്ങളെ, പ്രിയപ്പെട്ട വിദ്യാർത്ഥിനികളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. കലാലയം മതത്തിന്റെ മാനവികത വായിക്കുന്നു എന്ന സമകാല സാഹചര്യത്തിൽ ചർച്ച ചെയ്യേണ്ട പ്രൗഢഗംഭീരമായ പ്രൗഢോജ്വലമായ ഒരു പ്രമേയമാണ് MSM മലപ്പുറം വെസ്റ്റ് ജില്ല ഈ സമ്മേളനത്തിന് വേണ്ടി തിരഞ്ഞെടുത്തിട്ടുള്ളത്. കലാലയത്തിൽ നിന്ന് പുറത്തു വരുന്ന വിദ്യാർത്ഥിനികളെ സ്വപ്നം കണ്ടിരിക്കുകയാണ് സമൂഹം ഇന്ന്. ഒരുപാട് പ്രതീക്ഷകളും ഒരുപാട് ആഗ്രഹങ്ങളും കിനാവുകളും സമൂഹത്തിന് ഇന്നത്തെ വിദ്യാർത്ഥികളെ കുറിച്ചുണ്ട്. പക്ഷേ ഇന്നത്തെ തലമുറ എങ്ങോട്ടാണ് സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത് എന്ന് നമുക്കാർക്കും തന്നെ പറയാൻ കഴിയാത്ത ഒരു യാഥാർത്ഥ്യമാണ്. അലക്ഷ്യമായിട്ടുള്ള സഞ്ചാരപാതയിലൂടെയാണ് യഥാർത്ഥത്തിൽ ഇന്ന് ഒരു വിഭാഗം വിദ്യാർത്ഥികൾ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത്. കലാലയങ്ങളിൽ എന്തെല്ലാമാണ് കാട്ടിക്കൂട്ടുന്നത്, ഏതെല്ലാം രൂപത്തിലാണ് ജീവിക്കേണ്ടത്, ഏതെല്ലാം സന്ദേശങ്ങളാണ് പ്രചരിപ്പിക്കേണ്ടത്, ആരോടെല്ലാം എങ്ങനെയാണ് പെരുമാറേണ്ടത് എന്ന് ഇന്നത്തെ തലമുറ മറന്നുപോകുന്നുണ്ടോ എന്ന് ഞാനും നിങ്ങളും അന്വേഷിക്കേണ്ടതുണ്ട്. എന്തെന്ന് വെച്ചാൽ ഇന്ന് നമ്മുടെ ക്യാമ്പസുകളിൽ കടന്നുകൊണ്ടിരിക്കുന്ന ലഹരിയുടെയും മദ്യത്തിന്റെയും മയക്കുമരുന്നിന്റെയും അമിതമായ ഉപയോഗങ്ങൾ, യഥാർത്ഥത്തിൽ ക്യാമ്പസുകളെ ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള മാഫിയകൾ ചുറ്റും കൂടിയിരിക്കുകയാണ്. യഥാർത്ഥത്തിൽ ഈ സാഹചര്യത്തിൽ MSMനെ പോലെയുള്ള ഒരു വിദ്യാർത്ഥി സംഘടന വളരെ ഉത്തരവാദിത്വത്തോടുകൂടി ഈ കാര്യങ്ങൾ സമൂഹത്തിന് ബോധ്യപ്പെടുത്തുകയും ഇത്തരത്തിലുള്ള അധാർമികതയിലൂടെ സഞ്ചരിക്കുന്ന വിദ്യാർത്ഥികളെ ധാർമ്മികതയിലേക്ക് കൈപിടിച്ചാനയിക്കുക എന്നത് MSMന്റെ ഉത്തരവാദിത്തമാണ് എന്ന തിരിച്ചറിവോടുകൂടി തന്നെയാണ് മലപ്പുറം വെസ്റ്റ് ജില്ലാ സമിതി ഇങ്ങനെയുള്ള ഒരു സമ്മേളനം രൂപീകരിക്കുവാനും സംഘടിപ്പിക്കുവാനും ഉണ്ടായ കാരണം. യഥാർത്ഥത്തിൽ ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്ന പുതിയ സിനിമകളുടെയും സീരിയലുകളുടെയും പിന്നിലാണ് നവതലമുറ പോയിക്കൊണ്ടിരിക്കുന്നത്. പുതിയ സീരിയലുകളും സിനിമകളും പുതിയ രൂപത്തിലുള്ള പരസ്യങ്ങളുമാണ് നമ്മൾ എന്തെല്ലാം ധരിക്കണം, എന്തെല്ലാം ഭക്ഷിക്കണം, എന്തെല്ലാം കുടിക്കണമെന്ന് തീരുമാനിക്കുന്നത്. ആ രൂപത്തിലാണ് നമ്മുടെ വേഷവിധാനങ്ങൾ ആയിക്കൊണ്ടിരിക്കുന്നത്. ആ രൂപത്തിലാണ് നമ്മുടെ സംസാരങ്ങൾ, ആ രൂപത്തിലാണ് നമ്മുടെ നടത്തം, ആ രൂപത്തിലാണ് നമ്മുടെ വസ്ത്രവിധാനം എല്ലാം. ആ രൂപത്തിൽ ഒരു വല്ലാത്ത ഒരു പിടികിട്ടാത്ത ലോകത്തേക്ക് ഇന്നത്തെ തലമുറ പോയിക്കൊണ്ടിരിക്കുന്നു എന്ന് ഞാൻ ആദ്യമായി സൂചിപ്പിച്ചല്ലോ. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, യഥാർത്ഥത്തിൽ ഒരു കലാലയം എന്ന് പറയുന്നത് സ്വഭാവത്തിന്റെയും സംസ്കാരത്തിന്റെയും ഉറവിടമാണ്. ആ സ്വഭാവത്തിന്റെയും സംസ്കാരത്തിന്റെയും ഉറവിടം പഠിപ്പിക്കുന്ന കലാലയത്തിൽ നിന്ന് പുറത്തിറങ്ങുന്ന ഒരു വിദ്യാർത്ഥി സമൂഹത്തിന്, നാടിന്, നാട്ടുകാർക്ക്, വീട്ടുകാർക്ക്, കൂട്ടുകാർക്ക് തണലും ആശ്വാസവും നൽകുന്നവനായിരിക്കണം. അവൻ അസഹിഷ്ണുത പരത്തുന്നവനായിരിക്കില്ല. അവൻ സമാധാനം വിതച്ചു വിളക്കുന്നവനായിരിക്കും. അവനിൽ നിന്ന് സമാധാനമായിരിക്കും ജനങ്ങൾക്ക് സമ്മാനമായി ലഭിക്കുക. ഇങ്ങനെയുള്ള ഒരു ഉത്തമ വിദ്യാർത്ഥി സമൂഹത്തെ നമ്മുടെ മുൻപിലേക്ക് കടന്നു വരേണ്ടതുണ്ട്. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ,
സുഹൃത്തുക്കളെ, ഇന്നത്തെ തലമുറയുടെ ചിന്തകൾ കൂടുതലായിട്ടുള്ള അമിതമായ വായനയിലൂടെ, ഇസ്ലാമിനെ കുറിച്ചിട്ടുള്ള അമിതമായ വായനയിലൂടെ അമിതമായ ആത്മീയതയിലേക്ക് കടന്നു വന്നുകൊണ്ട് മതഭ്രാന്തന്മാരായ ഒരു വിഭാഗം പോവുകയാണ്. അതോടൊപ്പം ആ രൂപത്തിലുള്ള തീവ്രവാദത്തിലേക്ക് ചില ആളുകൾ ചെന്ന് ചാടുകയാണ്. വർഗീയവാദത്തിലേക്കും മത തീവ്രവാദത്തിലേക്കും ഭീകരവാദത്തിലേക്കുമൊക്കെ ഇന്ന് പല ആളുകളുടെയും പേനകളും ചിന്തകളും പോയിക്കൊണ്ടിരിക്കുന്നു എന്നത് നമുക്കാർക്കും തന്നെ കാണാതെ പോകുവാൻ സാധ്യമല്ല. ഈ സാഹചര്യത്തിൽ കലാലയത്തിൽ നിന്ന് പുറത്തിറങ്ങുന്ന ഒരു വിദ്യാർത്ഥി, ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ, അവരിൽ നിന്ന് ഒരുപാട് സമൂഹം പ്രതീക്ഷിക്കുന്നുണ്ട്, അവരിൽ നിന്ന് ഒരുപാട് കാര്യങ്ങൾ സമൂഹം ആഗ്രഹിക്കുന്നുണ്ട്. ആ ആഗ്രഹം സഫലീകരിപ്പിക്കുവാൻ, അവരുടെ കിനാവുകൾ പൂവണിയിപ്പിക്കുവാൻ വിദ്യാർത്ഥിനികൾ എന്ന നിലക്ക് നമുക്ക് ഓരോരുത്തർക്കും മതപരമായ ബാധ്യതയുണ്ട്. സമൂഹത്തിൽ തന്റെ കൂടെ പഠിക്കുന്ന, തന്റെ ചാരത്തിരിക്കുന്ന കുട്ടി തന്റെ അനുജനെ പോലെ, അന്യനാണെങ്കിലും അനിയനെ പോലെ കാണുകയും അവന് വേണ്ട സഹായങ്ങളും അവന് വേണ്ട സഹകരണങ്ങളും കൊടുക്കുവാൻ ഒരു വിദ്യാർത്ഥി എന്ന നിലക്ക് നമുക്ക് സാധിക്കേണ്ടതുണ്ട്. അതേ പ്രിയപ്പെട്ടവരെ, നാം ഓരോരുത്തരും സമൂഹത്തിലേക്ക് ഇറങ്ങിച്ചെന്നുകൊണ്ട് എന്താണോ സംസാരിക്കുന്നത്, എന്താണോ പറയുന്നത്, ഏത് രൂപത്തിലും കോലത്തിലുമാണോ ജീവിക്കുന്നത് എങ്കിൽ ആ കോലവും ആ ജീവിത രീതിയുമെല്ലാം നാം അനുധാവനം ചെയ്യുന്ന, നാം പ്രതിനിധീകരിക്കുന്ന പരിശുദ്ധ ഇസ്ലാമിനെയായിരിക്കും ലോകം കാണുക. നമ്മുടെ പേര് അഷറഫ് എന്നാണെങ്കിൽ അവനൊരു തിന്മ ചെയ്യുകയാണെങ്കിൽ ആ തിന്മ ഇസ്ലാമിനെയാണ് പഴിചാരുന്നത്. അവന്റെ പേര് ജോർജ് എന്നാണെങ്കിൽ അവന്റെ ആ തിന്മ പഴിചാരുന്നത് ക്രിസ്ത്യാനിയിലേക്കായിരിക്കും. അവന്റെ പേര് ഏതെങ്കിലും നിലക്കുള്ള ഗണേശനെന്നോ അതല്ലെങ്കിൽ കൃഷ്ണനോ എന്നാണെങ്കിൽ അവന്റെ ആ തിന്മ നേരെ ചെന്ന് പഴിചാരുന്നത് ഹിന്ദുമതത്തിലേക്കായിരിക്കും. ഇവിടെയാണ് കലാലയങ്ങളിൽ നിന്ന് പുറത്തിറങ്ങുന്ന ഞാനും നിങ്ങളും സമൂഹത്തിലേക്ക്, മധ്യത്തിലേക്ക് ഇറങ്ങുമ്പോൾ നമ്മൾ പ്രതിനിധാനം ചെയ്യുന്ന ആ മതത്തിന്റെ സന്ദേശമായിരിക്കും ജനങ്ങൾ മനസ്സിലാക്കുക എന്ന നിലക്ക്, ഇസ്ലാമിക വിദ്യാർത്ഥികൾ എന്ന നിലക്ക്, മുജാഹിദ് സ്റ്റുഡൻസ് മൂവ്മെന്റ് എന്ന നിലക്ക് കലാലയങ്ങളിൽ നിന്ന് പുറത്തിറങ്ങുന്ന ഞാനും നിങ്ങളും കലാലയങ്ങളിൽ നിന്ന് അറിവന്വേഷിച്ചുകൊണ്ട്, അറിവ് നേടിക്കൊണ്ട് സമൂഹത്തിലേക്ക് ഇറങ്ങുമ്പോൾ ഒരുപാട് സംഭാവനകളും ഒരുപാട് കോൺട്രിബ്യൂഷനുകളും സമൂഹത്തിന് നാം നൽകുമ്പോൾ യഥാർത്ഥത്തിൽ നമ്മെ നമ്മളെ നമുക്ക് നോക്കുമ്പോൾ അവർ ഇസ്ലാമിനെയായിരിക്കണം മനസ്സിലാക്കേണ്ടത്. ഇസ്ലാമിന്റെ ആ ദർശനം മനസ്സിലാക്കേണ്ടത്. വിശുദ്ധ ഖുർആൻ മാനവർക്ക് മാർഗദീപമായി അല്ലാഹു സുബ്ഹാനഹു വ തആല ഇറക്കുമ്പോൾ യഥാർത്ഥത്തിൽ മാനവികതയാണ് പരിശുദ്ധ ഇസ്ലാം പഠിപ്പിച്ചത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അയൽവാസി പട്ടിണി കിടക്കുമ്പോൾ വയറ് നിറയെ ഭക്ഷിക്കുന്നവൻ എന്നിൽപ്പെട്ടവനല്ല എന്ന് സമൂഹത്തിന് പഠിപ്പിച്ചു കൊടുക്കുമ്പോൾ ആ മാനവികതയുടെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ എങ്ങനെയാണ് മാനവികതയ്ക്ക് വിരുദ്ധനായി മാറുക? അതുകൊണ്ട് തന്നെ ആ പ്രവാചകൻ കാണിച്ച രൂപങ്ങൾ, ആ പ്രവാചകന്റെ ജീവിത ശൈലികൾ, ഇസ്ലാമികമായിട്ടുള്ള ആ സംസ്കാരത്തെ നാം ഓരോരുത്തരും നെഞ്ചോട് അണച്ചുപിടിക്കുകയും മഹാനായ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം ഫറോവയുടെ മുൻപിൽ വെച്ചുകൊണ്ട് ഇബ്രാഹിമിന്റെ അധരങ്ങളിൽ നിന്ന് സമൂഹത്തിന്റെ മധ്യത്തിലേക്ക് ഉയർന്നു വീണ ആ മണിമുത്ത് വാക്കുകൾ നെഞ്ചോട് അണച്ചുപിടിച്ചുകൊണ്ട്, ചേർത്ത് പിടിച്ചുകൊണ്ട് ഇസ്ലാമിന്റെ സന്ദേശത്തെ മനസ്സിൽ നിന്ന് മനസ്സുകളിലേക്ക് എത്തിപ്പിച്ചു കൊടുക്കുന്ന ഒരു ഉത്തമ തലമുറയായി ഞാനും നിങ്ങളും മാറേണ്ടതുണ്ട്. അതിനുവേണ്ടി പണിയെടുക്കേണ്ടതുണ്ട്, അതിനുവേണ്ടി പ്രയത്നിക്കേണ്ടതുണ്ട്, അതിനുവേണ്ടി പ്രാർത്ഥിക്കേണ്ടതുണ്ട്. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഞാൻ കൂടുതലായി സംസാരിക്കുന്നില്ല. ഈ സമ്മേളനത്തിന്റെ ഔപചാരികമായ ഉദ്ഘാടന കർമ്മമാണ് ഇവിടെ നടക്കാനിരിക്കുന്നത്. ഈ സെഷനിൽ സ്വാഗതം ആശംസിക്കുക എന്നതാണ് എന്നിൽ അർപ്പിതമായിട്ടുള്ള കർത്തവ്യമെന്ന് പറയുന്നത്. ബഹുമാനനായ ടി.പി. അബ്ദുള്ള കോയ മദനി, കേരള നദ്വത്തുൽ മുജാഹിദിന്റെ സംസ്ഥാന അധ്യക്ഷൻ ടി.പി. അബ്ദുള്ള കോയ മദനിയാണ് ഈ സമ്മേളനത്തിന്റെ ഔപചാരികമായ ഉദ്ഘാടന കർമ്മം നിർവഹിക്കുന്നത്. വളരെ സ്നേഹപൂർവ്വം, ആദരപൂർവ്വം, ബഹുമാനനായ ടി.പി. അബ്ദുള്ള കോയ മദനിയെ ഈ സെഷനിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. അതോടൊപ്പം തന്നെ ഈ സമ്മേളനത്തിന്റെ അധ്യക്ഷപദം അലങ്കരിക്കുന്നത് മലപ്പുറം വെസ്റ്റ് ജില്ലാ എംഎസ്എമ്മിന്റെ പ്രസിഡന്റ് കൂടിയായ സുഹൃത്ത് സഹീർ വട്ടം. ആദരപൂർവ്വം അദ്ദേഹത്തെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ഈ സമ്മേളനത്തിന് നമ്മുടെ എളിയ ക്ഷണം സ്വീകരിച്ചുകൊണ്ട് മുഖ്യ അതിഥിയായി ഈ സമ്മേളനത്തിന് പങ്കെടുക്കുന്നത് ബഹുമാനനായ ഇ.ടി. മുഹമ്മദ് ബഷീർ എം.പി. ആണ്. അദ്ദേഹം ഏതാനും നിമിഷങ്ങൾക്കകം ഇവിടെ എത്തിച്ചേരുന്നതാണ്. അദ്ദേഹത്തിന്റെ അഭാവത്തിൽ അദ്ദേഹത്തിനും ഞാൻ സ്വാഗതം ആശംസിക്കുകയാണ്. ഈ സമ്മേളനത്തിന് ഭാവുക ഭാഷണം നിർവഹിക്കുന്നത് ബഹുമാനനായ KNM-ന്റെ മലപ്പുറം വെസ്റ്റ് ജില്ലാ ചെയർമാൻ എൻ കുഞ്ഞിപ്പ മാസ്റ്റർ ആദരപൂർവ്വം വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതുപോലെ തന്നെ KNM-ന്റെ മലപ്പുറം വെസ്റ്റ് ജില്ലാ കൺവീനർ MT മനാഫ് മാസ്റ്റർ, അദ്ദേഹത്തെയും ആദരപൂർവ്വം ഈ വേദിയിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. ബഹുമാനനായ ISM-ന്റെ
സെക്രട്ടറി ഷാനവാസ് പറവന്നൂർ, MSM സംസ്ഥാന ജനറൽ സെക്രട്ടറി സിറാജുദ്ദീൻ ചേലാമ്പ്ര, അവരേവരും ഏതാനും നിമിഷങ്ങൾക്കകം ഇവിടെ എത്തിച്ചേരുന്നതാണ്. അവരുടെ അഭാവത്തിൽ ഈ സമ്മേളനത്തിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ഈ സമ്മേളനത്തിന് പ്രസീഡിയം നിയന്ത്രിക്കുന്നത് ബഹുമാനരായ AP അബ്ദുസമദ് സാഹിബ്, ഷറഫുദ്ദീൻ തയ്യമ്പാട്ടിൽ, KC മുഹമ്മദ് മൗലവി, അബ്ദുസമദ് മാസ്റ്റർ രണ്ടത്താണി, പ്രൊഫസർ M കുഞ്ഞുമൊയ്തീൻ കുട്ടി, ഹാഷിം ഹാജി, സിദ്ദീഖ് അൻസാരി, ഹസൻ മാസ്റ്റർ, ബാബ സാഹിബ് പുത്തനത്താഴി, BT തങ്ങൾ, കുഞ്ഞീൻ തങ്ങൾ, നജീബ് പുത്തൂർ പള്ളിക്കൽ, ഉബൈദുള്ള മാസ്റ്റർ താനാളൂർ എന്നിവരെ ആദരപൂർവ്വം ഇതിന്റെ പ്രസീഡിയം അലങ്കരിക്കുന്നതിന് വേണ്ടി ക്ഷണിച്ചുകൊണ്ട് ഈ സമ്മേളനത്തിന്റെ അധ്യക്ഷപദം അലങ്കരിക്കുന്നതിന് വേണ്ടി പ്രസിഡന്റ് ഷഹീർ ഘട്ടത്തോട് ആവശ്യപ്പെട്ടുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. എല്ലാ വിദ്യാർത്ഥികളെയും എല്ലാ വിദ്യാർത്ഥിനികളെയും ഈ സമ്മേളനത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നതോടൊപ്പം എല്ലാ ആളുകളും അവരുടെ ഇരിപ്പിടങ്ങളിലേക്ക് വന്നിരിക്കണമെന്ന് കൂടി അഭ്യർത്ഥിക്കുകയാണ്. ഷഹീറിനോട് അധ്യക്ഷപദം അലങ്കരിക്കുവാൻ ആവശ്യപ്പെട്ടുകൊണ്ട് അവസാനിപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.